കേരളത്തിലെ ആത്മീയ ഭൂപടത്തിലെ അതിവിശിഷ്ടമായ ഒരിടം. കുന്നിൻ ചെരുവുകളും വനഭംഗിയും ഒത്തുചേരുന്ന കണ്ണൂരിലെ കൊട്ടിയൂർ. ഇവിടെ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഭക്തിയുടെ ഒരു മഹാപ്രപഞ്ചം തന്നെയുണ്ട്. മഞ്ഞിൻ കുളിരും കാനനത്തിൻ്റെ നിശബ്ദതയും നിറയുന്ന ഈ മണ്ണിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം വന്നു ചേരുന്ന വൈശാഖ മഹോത്സവം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ മഹാസംഗമമാണ്. ദക്ഷിണകാശി എന്ന് വിശേഷിക്കപ്പെടുന്ന കൊട്ടിയൂരിലേക്ക് നിങ്ങളെയും കൂട്ടിയാണ് എൻ്റെ ഈ യാത്ര. നമുക്ക് അവിടേക്ക് പുലർച്ചെയുള്ള ഈ കൊടുന്തണുപ്പിലും ബാവലിപ്പുഴയുടെ തീരത്ത് വലിയൊരു ജനസാഗരം തന്നെയുണ്ട്. അക്കരെ കൊട്ടിയൂരിലേക്ക് കടക്കാനുള്ള ഇടുങ്ങിയ പാലത്തിന് മുന്നിൽ വല്ലാത്തൊരു ഉന്തും തള്ളുമാണ്. എങ്ങനെയെങ്കിലും ആ പാലത്തിലേക്കൊന്ന് കയറിപ്പറ്റാൻ എല്ലാവർക്കും വലിയ തിടുക്കമായിരുന്നു. അങ്ങനെ ആ വലിയ തിരക്കിനിടയിലൂടെ വളരെ പാടുപെട്ട് ഞാനും പാലത്തിലേക്ക് കയറി. ഈ പാലത്തിലൂടെയുള്ള നടത്തം വല്ലാത്തൊരു അനുഭവമാണ്. മുന്നിലും പിന്നിലും ഭക്തരുടെ വലിയൊരു നിര തന്നെയുണ്ട്. ദാ ഇപ്പോൾ ഞാൻ ആ പാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ബാവലിപ്പുഴ കുത്തിയൊഴുകുന്നത് കാണാം. ഈ പുലർച്ചെ സമയത്തെ തണുത്ത കാറ്റും താഴെ പുഴയുടെ ഇരുമ്പലും ചുറ്റുമുള്ള ഭക്തരുടെ മന്ത്രോച്ചാരണങ്ങളും ചേരുമ്പോൾ മനസ്സിലെ സകല ഭാരങ്ങളും അലിഞ്ഞില്ലാതാകുന്നത് പോലെ തോന്നും. ഇടയ്ക്കിടെ പാലത്തിൽ നിന്നുകൊണ്ട് ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ഉരസിയും തള്ളിയുമൊക്കെയുള്ള ഈ യാത്ര അവസാനിക്കുന്നത് അക്കരെ കൊട്ടിയൂരിൻ്റെ മണ്ണിലാണ്. അങ്ങനെ പതുക്കെ ഞാൻ ആ പാലമിറങ്ങി പുഴയിലേക്ക് നടന്നു. നല്ല തണുപ്പുണ്ടെങ്കിലും ഈ വെള്ളത്തിൽ മുങ്ങി നിവർന്നപ്പോൾ ശരീരത്തിനും മനസ്സിനും വല്ലാത്തൊരു ഉന്മേഷം തോന്നി. പുഴയുടെ അടിയിലേക്ക് വീണ്ടും ഞാൻ മുങ്ങി. അവിടെ നിന്നും 2 കല്ലുകൾ പെറുക്കിയെടുത്തു. ആ കല്ലുകൾ പരസ്പരം ഉരച്ചു നോക്കി. അത് ഇവിടുത്തെ ഒരു ആചാരമാണ്. അങ്ങനെ ഉരയ്ക്കുമ്പോൾ അതിൽ നിന്ന് കുങ്കുമമോ ഭസ്മമോ ചന്ദനമോ ഇവയുടെ നിറം കലർന്ന ഒരു പ്രസാദം ലഭിക്കും എന്നതാണ് വിശ്വാസം. ഭഗവാന്റെ അനുഗ്രഹം പോലെ ആ കല്ലുകളിൽ നിന്ന് എനിക്ക് ലഭിച്ചത് കുങ്കുമത്തിൻ്റെയും ഭസ്മത്തിൻ്റെയും നിറം കലർന്ന ഒരു പ്രസാദമാണ്. വലിയൊരു പുണ്യം ലഭിച്ച സന്തോഷത്തിൽ ആ ദിവ്യമായ പ്രസാദം ഞാൻ ഭക്തിയോടെ നെറ്റിയിൽ ചാർത്തിക്കൊണ്ട് വെള്ളത്തിൽ നിന്നും കയറി മുന്നോട്ട് നടന്നു. കൊട്ടേരിക്കാവെന്ന കാവിലെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ അല്പനേരം നിന്ന് പ്രാർത്ഥിച്ചു. തൊഴുത് പ്രാർത്ഥിച്ച ശേഷമാണ് നമ്മൾ നടപ്പന്തലിലേക്ക് പ്രവേശിക്കുന്നത്. നീളത്തിലുള്ള വലിയൊരു നടപ്പന്തലാണിത്. ഓലമേഞ്ഞ ഈ നടപ്പന്തലിലൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു ആത്മീയ അനുഭവം തന്നെയാണ് എനിക്ക് ലഭിക്കുന്നത്. മുകളിൽ ഓലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന പ്രഭാതകിരണങ്ങളും ചുറ്റും മുഴങ്ങിക്കേൾക്കുന്ന പഞ്ചാക്ഷരി മന്ത്രങ്ങളും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന കർപ്പൂരഗന്ധവും എൻ്റെ മനസ്സിനെ പൂർണ്ണമായും ആ ഭക്തിയിൽ ലയിപ്പിച്ചു. നടപ്പന്തലിൻ്റെ അവസാന ഭാഗത്തേക്ക് അടുക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ താഴേക്കൊന്ന് നോക്കി. എന്തൊരു മനോഹരമായ കാഴ്ചയാണത്! അക്കരെ കൊട്ടിയൂരപ്പൻ്റെ ഓലമേഞ്ഞ ക്ഷേത്രത്തിൻ്റെ ഗാംഭീര്യവും അതിനു ചുറ്റും അലയടിക്കുന്ന ഭക്തജനസാഗരവും അവിടെ നിന്നാൽ വളരെ വ്യക്തമായി കാണാം. ആ ദിവ്യമായ അന്തരീക്ഷം നേരിട്ട് കാണുമ്പോൾ എത്രയും വേഗം ആ പുണ്യഭൂമിയിലേക്ക് ഓടിയെത്താൻ എൻ്റെ മനസ്സ് വല്ലാതെ കൊതിക്കുകയാണ്. ആ ഒരു വലിയ ആഗ്രഹത്തോടെ നടപ്പന്തലും പിന്നിട്ട് ഞാൻ മുന്നോട്ട് നടന്നു. നടപ്പന്തൽ അവസാനിക്കുന്നത് വീണ്ടും ഒരു പാലത്തിന് മുന്നിലാണ്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് കടക്കാനുള്ള അവസാന പാലം. അവിടെ വലിയൊരു ഭക്തജന തിരക്കായിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസുകാർ വടം കെട്ടിയ ആളുകളെ നിർത്തിയിരിക്കുകയാണ്. ഞാനും ആ വടത്തിനു മുന്നിൽ കുറേ നേരം കാത്തുനിന്നു. ഒടുവിൽ ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പോലീസുകാർ ആ കയർ അഴിച്ചു മാറ്റി. ആ ഒരൊറ്റ നിമിഷം അണപൊട്ടിയൊഴുകുന്ന ഒരു പുഴ പോലെ ഞങ്ങളെല്ലാം കൂട്ടത്തോടെ ആ പാലത്തിലൂടെ നടന്ന് അക്കരെ കൊട്ടിയൂരപ്പൻ്റെ വിശാലമായ ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയിറങ്ങി. ക്ഷേത്രമുറ്റത്തേക്ക് കാലുകുത്തിയപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. കല്ലുകൾ പാകിയ ഈ തറയിലൂടെ എപ്പോഴും തെളിനീർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ തണുത്ത വെള്ളത്തിൽ ചവിട്ടിയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. യാഗഭൂമിയിലെ പാപങ്ങൾ കഴുകിക്കളയാൻ സാക്ഷാൽ പരമശിവൻ തീർത്തതാണ് ഈ ജലധാരയെന്നും അപമാനിതയായ സതീദേവിയുടെ കണ്ണുനീരാണ് ഈ ഒഴുകുന്ന ജലമെന്നും ഐതിഹ്യമുണ്ട്. ഈ പുണ്യജലം കാലിൽ തട്ടുമ്പോൾ വലിയൊരു പുണ്യം ലഭിച്ചതുപോലെ എനിക്ക് തോന്നി. ശ്രീകോവിലിന് നേരെ നോക്കി തൊഴുകൈകളോടെ കണ്ണടച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് ഭക്തർ. ഞാൻ കുറേ നേരം ആ അമ്പലമുറ്റത്ത് ആ ശാന്തതയറിഞ്ഞ് പ്രാർത്ഥിച്ചു നിന്നു.
മനമുരുകി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പ്രദക്ഷിണം വെച്ചു. ക്ഷേത്രത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഞാൻ ഉപയോഗിക്കാഞ്ഞതുകൊണ്ട് ചിത്രങ്ങളൊന്നും പകർത്തിയിരുന്നില്ല. പക്ഷേ ആ നിമിഷങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒപ്പിയെടുക്കുകയായിരുന്നു. ക്യാമറ മാറ്റിവെച്ച് ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ച് ആ ഒഴുകുന്ന തീർത്ഥജലത്തിലൂടെ നടന്ന് ഞാൻ അമ്പലത്തിന് ഒരു വട്ടം പ്രദക്ഷിണം വെച്ചു. ചുറ്റും ഭക്തിയുടെ മന്ത്രോച്ചാരണങ്ങൾ മാത്രം. ഓരോ ചുവട് വെക്കുമ്പോഴും തണുത്ത വെള്ളം കാലുകളെ തഴുകി കടന്നു പോകുന്നത് വല്ലാത്തൊരു ആത്മീയ നിർവൃതിയാണ് നൽകിയത്. പ്രദക്ഷിണ വഴിയിലൂടെ നടന്ന് എല്ലാ ഉപദേവതകളെയും തൊഴുത് മനസ്സിലെ സങ്കടങ്ങളൊക്കെ ആ ഭഗവാന്റെ കാൽക്കൽ ഇറക്കി വെച്ച് പൂർണ്ണമായ അനുഗ്രഹവും വാങ്ങി ഞാൻ പതിയെ പുറത്തേക്കിറങ്ങി. അവിടുത്തെ ആ ശാന്തതയിൽ നിന്ന് വീണ്ടും ആ വെള്ളത്തിലൂടെ നടന്ന് ഞാൻ മുറ്റത്തെ മറ്റ് കാഴ്ചകളിലേക്ക് നീങ്ങി. അങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞ് പുറത്തിറങ്ങി പതുക്കെ മുന്നോട്ട് നടക്കുമ്പോഴാണ് കൊട്ടിയൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യസ്ഥാനമായ അമ്മാറക്കല്ല് കാണുന്നത്. അമ്മ മറഞ്ഞ കല്ലാണ് പിന്നീട് അമ്മാറക്കല്ലായി മാറിയത്. ഈ അമ്മാറക്കല്ലിന് ഹൃദയസ്പർശിയായ ഒരു വലിയ കഥയുണ്ട്. ദക്ഷയാഗത്തിൽ അപമാനിതയായ സതീദേവി അഗ്നിയിൽ ആത്മാഹൂതി ചെയ്തത് കൃത്യമായി ഈ സ്ഥാനത്താണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വലിയ ഭക്തിയോടെയും വല്ലാത്തൊരു വിങ്ങലോടെയുമാണ് ഓരോ ഭക്തനും ഈ കല്ലിന് മുന്നിൽ നിൽക്കുന്നത്. സതീദേവിയുടെ ത്യാഗത്തിൻ്റെ സ്മരണയുറങ്ങുന്ന ആ അമ്മാറക്കല്ലിന് മുന്നിൽ ഞാൻ കൈകൂപ്പി പ്രാർത്ഥിച്ചു നിന്നു. അമ്മാറക്കല്ല് തൊഴുത് കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഓലമേഞ്ഞ കുറേ ചെറിയ കുടിലുകളാണ്. കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണിത്. ഇതിൽ പ്രധാനപ്പെട്ടത് ഓല കൊണ്ട് തന്നെ നിർമ്മിച്ച കലശമണ്ഡപവും കണക്കപ്പിള്ളയുടെ കുടിലും ഒക്കെയാണ്. കണക്കപ്പിള്ളയുടെ സ്ഥാനം എന്ന് പറയുന്നത് പണ്ടുകാലം മുതൽക്കേ ഈ ഉത്സവത്തിൻ്റെ വരവ് ചിലവുകളുടെ കണക്കുകൾ സൂക്ഷിക്കുന്ന പരമ്പരാഗത അവകാശികളായ കണക്കപ്പിള്ളമാർ ഇരിക്കുന്ന സ്ഥാനമാണ്. നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്നും നിലനിൽക്കുന്ന ഈ കുടിലുകൾ. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പതുക്കെ നടന്നു. ഈ ചെറിയ കുടിലുകൾക്ക് സമീപത്തായി നമ്മൾ എത്തുന്നത് കൂത്തമ്പലത്തിന് മുന്നിലാണ്. അവിടെ വളരെ മനോഹരമായ രീതിയിൽ ചാക്യാർ കൂത്ത് നടക്കുന്നുണ്ട്. പുരാണ കഥകൾ അതിൻ്റേതായ തനത് താളത്തിലും ശൈലിയിലും അവതരിപ്പിക്കുന്ന ആ കലാരൂപം കുറച്ചുനേരം ഞാൻ നോക്കി നിന്നു. ഇവിടുത്തെ ആ ഇലത്താളത്തിൻ്റെയും മിഴാവിൻ്റെയും ശബ്ദം ഈ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിന് വല്ലാത്തൊരു മാറ്റുകൂട്ടുന്നുണ്ട്. കൂത്തമ്പലത്തിലെ കാഴ്ചകളും കണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് കൊട്ടിയൂരിലെ പ്രസിദ്ധമായ ചന്ദനമരക്കൽ നമ്മൾ കാണുന്നത്. വലിയ കരിങ്കല്ലുകൾ കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ അരക്കല്ലുകളിൽ വളരെ ശ്രദ്ധയോടെയും ഭക്തിയോടെയുമാണ് അവർ ചന്ദനം ഉരച്ചെടുക്കുന്നത്. ഇതിന് ചുറ്റും നിൽക്കുമ്പോൾ ആ വീശുന്ന കാറ്റിൽ പോലും തനി ചന്ദനത്തിൻ്റെ സുഗന്ധവും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ചന്ദനം ഉരയ്ക്കുന്നതിനപ്പുറത്തായിട്ടാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ഭണ്ഡാര അടുപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഈ അടുപ്പിനെക്കുറിച്ച് വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു ഐതിഹ്യമുണ്ട്. സാക്ഷാൽ ദക്ഷയാഗത്തിന് തയ്യാറാക്കിയ യാഗാഗ്നിയുടെ ബാക്കിപത്രമാണ് ഈ അടുപ്പിലെത്തി എന്നതാണ് ഭക്തർക്കിടയിലുള്ള വിശ്വാസം. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു വലിയ അത്ഭുതമാണ് ഈ അടുപ്പിലെ ചാരം. ഇവിടെ രാവും പകലും ഇത്രയധികം തീ കത്തിച്ചിട്ടും ഈ അടുപ്പിൽ ഒരിക്കലും ചാരം നിറയില്ല. കാരണം ഇവിടെ നിന്നും ഉണ്ടാകുന്ന ചാരം ഇവിടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതെന്നാണ് വിശ്വാസം. ഈ അത്ഭുതവും കണ്ട് ഞാൻ കുറേ നേരം ആ അടുപ്പിന് മുന്നിൽ നിന്നു. അങ്ങനെ അക്കരെ കൊട്ടിയൂരിലെ ദർശനവും ചടങ്ങുകളും എല്ലാം ഭക്തിയോടെ കണ്ടു തീർത്ത് തിരികെ ഇക്കരെ കൊട്ടിയൂരിലേക്ക് നടക്കുകയാണ്. അവിടുത്തെ ദർശനവും നടത്തി ഇത്ര വേഗം ഈ യാത്ര കഴിഞ്ഞല്ലോ എന്നൊരു സങ്കടത്തോടെ ഞാൻ തിരികെ മടങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ ഓർമ്മയ്ക്കായി ഇവിടുന്ന് കൊട്ടിയൂരിൻ്റെ സ്വന്തം ഓടപ്പൂവും വാങ്ങി. ഇതൊരു യഥാർത്ഥ പൂവല്ല, മറിച്ച് കാട്ടിൽ വളരുന്ന ഓടത്തണ്ട് ചീകിമിനുക്കി ഉണ്ടാക്കുന്നതാണ്. യാഗഭൂമിയിൽ വെച്ച് വീരഭദ്രൻ പിച്ചു ചീന്തിയ ദക്ഷൻ്റെ താടിരോമങ്ങളാണ് ഇതെന്നാണ് വിശ്വാസം. ഈ ഓടപ്പൂവും നെഞ്ചോട് ചേർത്ത് പെരുമാളിൻ്റെ അനുഗ്രഹവുമായി ഞാൻ ഈ പുണ്യഭൂമിയിൽ നിന്നും പടിയിറങ്ങുകയാണ്.